ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കഴക്കൂട്ടത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള NH-66 ആറൂരി പാതയുടെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം ഇവിടുന്ന് കഴക്കൂട്ടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കടമ്പാട്ടുകോണം വരെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആ റോഡ് നിർമ്മാണം NH-66 റോഡ് നിർമ്മാണ കാഴ്ചകൾ നമ്മൾ ആലപ്പുഴ വന്ന് നിൽക്കുകയാണ്. ആലപ്പുഴയുടെ വീഡിയോ എടുത്തിട്ട് ഏകദേശം 15 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും കുറേ പനിയും കുറച്ച് ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാസർഗോഡ് വരെ പോകാനും വണ്ടി കുറച്ച് കംപ്ലയിൻറ്റും, അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയായിരുന്നു. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കട, ബനാസ് ഡ്രസ് മാൾ എന്ന് പറയുന്ന, വർഷം മുഴുവനും നല്ല രീതിയിൽ ഓഫറുള്ള ഒരു കടയാണ്. പ്രത്യേകിച്ച് ചെരുപ്പുകൾക്ക് വമ്പ ഓഫറാണ്, ഡ്രസ്സുകൾക്ക് അതേപോലെ ഓഫറുള്ള ഒരു കടയാണ്. അപ്പം ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ഓഫറും ഉണ്ട്. ചെരുപ്പിനൊക്കെ ഭയങ്കര വില കുറവാണ്. മിൻസിൻ്റെയൊക്കെ ചെരുപ്പ് വെറും 100 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ കടയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ആ കട എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കടയുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി നോക്കുക, ഇഷ്ടപ്പെട്ട വാങ്ങുക. അത്രയ്ക്ക് നല്ല വില കുറഞ്ഞ് ചെരുപ്പുകൾ, പ്രത്യേകിച്ച് ചെരുപ്പുകൾ കിട്ടുന്നത്, തുണി ഐറ്റങ്ങൾ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ നമ്മൾ കഴക്കൂട്ടന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പുറത്തെ വശത്ത് ആ ക്രാഷ് ബാരിയർ നല്ല ഉയരത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റോഡ് അത്യാവശ്യം നല്ല ഉയർന്നിട്ടായിരിക്കും ഈ ഭാഗത്ത് വരുന്നത്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉടനെ പണി തുടങ്ങും. ഈ ഭാഗത്തൊക്കെ പണി ക്രാഷ് ബാരിയറിൻ്റെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ റോഡ് ഏകദേശം ഇത്രത്തോളം ഉയർന്നു വരും. കഴക്കൂട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് സിഗ്നലിൻ്റെ അവിടെ സർവീസ് റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭൂമിയൊക്കെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം ഈ മെറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ട്, ഗ്രാവലൊക്കെ കൊണ്ടിട്ട് നിരപ്പാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗ്രാവലൊക്കെ കൊണ്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സർവീസ് റോഡാണ് കേട്ടോ. നമ്മളിപ്പം കഴക്കൂട്ടം കഴിഞ്ഞ് കണിയാപുരം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കണിയാപുരത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, ചെറിയൊരു പാലം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ നല്ല ഉയരത്തിലായിരിക്കും റോഡ് വരുന്നത്. അതിൻ്റെ ഭാഗമായി കോൺക്രീറ്റ് വാൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം കണിയാപുരമാണ്. കണിയാപുരം ഇവിടെ പൈലിങ് നടക്കുകയാണ്. പൂർത്തിയാക്കി പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. അവിടെ ചെറിയൊരു മേൽപ്പാലമാണ് വരുന്നത്. ഇപ്പോൾ കണിയാപുരം ജംഗ്ഷൻ കഴിഞ്ഞ് വരികയാണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഇവിടെ കുറച്ച് താഴ്ന്ന സ്ഥലം കൊണ്ട് നല്ല രീതിയിൽ കെട്ടി ഉയർത്തണം. അതുകൊണ്ട് കോൺക്രീറ്റ് വാള് നല്ല രീതിയിൽ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും റോഡ് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും നല്ല താഴ്ചയുള്ള ഭാഗങ്ങളായിരുന്നു. ഇവിടെ കാണേണ്ട ഇതേപോലെ കോൺക്രീറ്റ് വാള് കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ഭാഗത്തും. ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ ഒരു വളവുള്ള സ്ഥലമാണ്. അതും നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു റൈറ്റ് സൈഡിൽ. വഴിയൊന്നും പോയി നോക്കാം. ഇവിടെ ഗ്രാവലൊക്കെ കൊണ്ടിട്ടുണ്ട്. വളരെ താറിങ് കാണും ഈ ഭാഗത്തൊക്കെ. സർവീസ് റോഡ് ഇവിടെ പമ്പിലൊന്നും വാഹനമില്ല, നല്ല തിരക്കുള്ള പമ്പായിരുന്നു. ഇവിടെ വളവായതിനെ കൊണ്ട് തന്നെ ഇവിടെ മെയിൻ റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് വരുന്നത്. ഇവിടെ കോൺക്രീറ്റ് വാലൊക്കെ ഇങ്ങനെ കെട്ടി ഉയർത്തിയിട്ടുണ്ടോ. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയെന്ന് തോന്നുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടില്ല. ഈ കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. എന്നാലും ഇപ്പം മണ്ണിട്ട് ഉയർത്തി മണ്ണ് ഉറപ്പിക്കുന്നു. ഇവിടെ മെറ്റിലൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് മണ്ണിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താ
ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മണ്ണിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഈ ഗ്രാവൽ മെറ്റൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഈ ഭാഗത്ത് ടാറിങ് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ സർവീസ് റോഡിൽ കൂടെ കയറി പോകാൻ. വണ്ടി പഞ്ചറാവരുത്. എനിക്ക് കാസർഗോഡ് പോകാനുള്ളതാണ്. അതാ തട്ടിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കാസർഗോഡ് വരെ പോകാൻ. ചെയിൻ പോക്കറ്റൊക്കെ മാറി, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ പണികളുണ്ടായിരുന്നു അത് ചെയ്ത്. ഫ്രണ്ട് ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, അതിൻ്റെ പാഡ് മാറി, ഓയിൽ മാറി. അപ്പോൾ കുറച്ച് അപ്പോൾ വണ്ടിയൊക്കെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ കാസർഗോഡ് വരെ പോകാം. 2 ദിവസത്തിന് നമ്മൾ കാസർഗോഡ് വരെ പോകും. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ബാക്കിയുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഈ ഭാഗത്തൊക്കെ കണ്ട ഈ രീതിയിൽ പണികൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പം പോകുന്നത് സർവീസ് റോഡിൽ കൂടെയാണ്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാറ്റി ഇപ്പം ഇങ്ങനെ ഈ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ്. ഇപ്പോൾ പഴയ ലൈൻ കമ്പിയല്ല, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ് വലിച്ചേക്കുന്നത്. അതിൽ വലിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെയൊക്കെ അടുത്തൂടെയാണ് ഈ കേബിൾ പോകുന്നത്. പക്ഷേ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇലക്ട്രിക് മറ്റേ ലൈൻ കമ്പി ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും കേട്ടോ. എല്ലാ വീടിൻ്റെയും അടുത്തൂടെ ചേർന്നിട്ടാണ് ഇത് പോകുന്നത്. ഈ വീടിൻ്റെ കണ്ടോ, വീടിൻ്റെ തൊട്ടിലാണെന്ന് പറഞ്ഞാണ് കേബിൾ പോകുന്നത്. പക്ഷേ ഡേഞ്ചർ അല്ല, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ്. നമ്മളപ്പം പള്ളിപ്പുറം എത്തിയിട്ടുണ്ട്. പള്ളിപ്പുറത്ത് പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ 2 ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ തൂണിൻ്റെ പണി, 2 തൂണിൻ്റെ ടോട്ടൽ 4 തൂണിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നമുക്ക് കാണാം. അവിടെ 2 ഭാഗത്തേക്കുള്ള തൂണിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഗഡറുകളുടെയും പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 5, 6, 7, 8, 9, 10, 11 10 പണി കഴിഞ്ഞിട്ടുണ്ട് ഗഡറുകളുടെ. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഒരെണ്ണം. അപ്പോൾ ഉണ്ടോ പാലത്തിൻ്റെ പണി ഉണ്ടോ. ഒരു ചെറിയൊരു മേൽപ്പാലമാണ്, നല്ല വീതിയുണ്ട് 2 വശത്തേക്കുള്ള. അപ്പോൾ റോഡ് ഈ വശത്തേക്ക് മാറും കേട്ടോ. 6 വരി പാത ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. പണി കേട്ടോ അവിടെ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാലം വരുന്നുണ്ട്. ഇവിടെ തൊട്ട് താഴെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ മെയിൻ റോഡ് കംപ്ലീറ്റ് നേരെ ആയിരിക്കും പോകുന്നത്. ഇവിടെ ഒരു ഇറക്കം കയറ്റമായിരിക്കും. ഈ ഇറക്കം കയറ്റം പൂർണ്ണമായിട്ട് ഒഴിവായി നേരെ ആയിരിക്കും. ഇവിടെ അണ്ടർ പാസേജിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. നല്ല വീതിയുള്ള അണ്ടർ പാസേജാണ് കേട്ടോ. നമ്മളിപ്പോൾ മംഗലപുരം എത്തിയിട്ടുണ്ട്. മംഗലപുരം ഈ ഭാഗത്തൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാല് കെട്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചയൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. തൂണിലാണ് വരുന്നത് കേട്ടോ അണ്ടർ പാസേജ്. ഇപ്പോൾ 4 പില്ലറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മംഗലപുരം ജംഗ്ഷൻ കഴിഞ്ഞ്
വരുമ്പോൾ ഇവിടെ മംഗലപുരത്ത് അണ്ടർ പാസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല ഉയരത്തിലായിരിക്കും റോഡ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കോൺക്രീറ്റ് വാൾ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം സർവീസ് റോഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മെയിൻ റോഡ് ഇത്രയും ഉയരത്തിലായിരിക്കും. അണ്ടർ പാസേജ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം. ഇതെല്ലാം ഈ ക്രാഷ് ബാരിയറിൻ്റെ പണി എത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിൻ റോഡ് ഈ നിരപ്പിൽ തന്നെയായിരിക്കും വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഒരു അണ്ടർ പാസേജ് കാണുമോ, ഈ കുമാരനാശാൻ്റെ അവിടെ, പക്ഷെ അവിടെ അണ്ടർ പാസേജ് ഇല്ല. അവിടെ ഇങ്ങനെയാണ് റോഡ് പോകുന്നത്. അണ്ടർ പാസേജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ക്രാഷ് ബാരിയർ നല്ല ഉയരത്തിൽ പോയാൽ, ക്രാഷ് ബാരിയർ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നതിനെ കൊണ്ട് തന്നെ ഈ റോഡ് ഇതേ ലെവലിൽ തന്നെ ആയിരിക്കും ഇവിടെ പോകുന്നത്. ഇവിടെ ചെറിയൊരു ഇറക്കം കയറ്റമാണ്, അതേപോലെ ആയിരിക്കും റോഡ് പോകുന്നത്. റൈറ്റ് സൈഡിലാണ് അത്രയും ഉയരത്തിലാണ്. കുറച്ചും കൂടെ ഉയർന്നിട്ട് മെയിൻ റോഡ് പോകും. ഇവിടെ അണ്ടർ പാസേജ് വരുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഏത് സ്ഥലമാണ്? 16-ാം മൈൽ. 16-ാം മൈലിൽ അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ 16-ാം മൈലിലെ അണ്ടർ പാസേജ് രണ്ട് ഭാഗത്തേക്ക്, അതായത് 3-6 പാത ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് ഭാഗത്തേക്കുള്ള അണ്ടർ പാസേജിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മറുഭാഗത്ത് മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേൽഭാഗത്തെ കോൺക്രീറ്റ് പണിൻ്റെ പണി ഉടനെ കാണും. ഇത്രയൊക്കെ പണി നടന്നിട്ടും വാഹനങ്ങൾ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ആവില്ല. വാഹനങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ പ്ലാനിങ് ആയിട്ടാണ് പണികളെല്ലാം നടക്കുന്നത്. സർവീസ് റോഡൊക്കെ റെഡിയാക്കി വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് അടിപൊളിയായിട്ടാണ് പണികൾ നടക്കുന്നത്. വലിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചില പീക്ക് ടൈമിലൊക്കെ കുറച്ച് ബ്ലോക്ക് കൂടും. സ്വാഭാവികം ഇത്രയും വലിയ പണി കിടക്കുമല്ലേ, ഒരുമിച്ച് കേരളത്തിൻ്റെ അങ്ങേ ഒരു തല തൊട്ട് ഇങ്ങേ അറ്റം വരെ വലിയ രീതിയിൽ പണി കിടക്കുമ്പോൾ ഇങ്ങനത്തെ ബ്ലോക്കൊന്നും അല്ല ഉണ്ടാവേണ്ടത്. പക്ഷെ നല്ല രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പണി നടക്കുന്നത്. അതൊക്കെ പണി ചെയ്യുന്നത് ഗുഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ്. നമ്മൾ 16-ാം മൈൽ കഴിഞ്ഞ് ഉടനെ നമുക്ക് അടുത്തൊരു അണ്ടർ പാസേജ് ഉണ്ട്. ചെമ്പകമംഗലമാണ്. ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ അടുത്ത അണ്ടർ പാസേജ് ഉണ്ട്. ഈ ഭാഗത്ത് 2-3 അണ്ടർ പാസേജ് അടുപ്പിച്ച് വരുന്നുണ്ട്. അവിടുത്തെ രണ്ട് ഭാഗത്തെയും അണ്ടർ പാസേജിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെയ്ത് കാണാം. അവിടെ ലെഫ്റ്റ് സൈഡിൽ പുതിയതായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗം ടാർ ചെയ്ത് അതുവഴിയാണ് ഇപ്പോൾ ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ കടത്തി വിടുന്നത്. ഇങ്ങനെ അടിപൊളിയായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ബ്ലോക്ക് രണ്ട് വശത്തേക്കും രണ്ട് സൈഡിലെ വാഹനം കടത്തി വിടുമ്പോൾ ബ്ലോക്ക് ഏകദേശം കുറയും, മാറും. അങ്ങനെയാണ്. അത്യാവശ്യം നല്ല വീതിയുണ്ട്, ഹൈറ്റ് കുറവാണ്. രണ്ട് ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെമ്പകമംഗലം ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിൽ നല്ലൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ ഇത്രയും ഭാഗം പിടിച്ച് താത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്തേക്കായിരിക്കും റോഡ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് സ്ഥലം. ഇവിടെ നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ കുന്ന് ഇടിച്ച ഭാഗത്ത് സർവീസ് റോഡാണ് വരുന്നത് കേട്ടോ. മെയിൻ റോഡ് കാണാം. ഇപ്പം ക്രാഷ് ബാരിയർ കാണുന്നുണ്ടല്ലോ, അത്രയും ഭാഗത്തായിരിക്കും മെയിൻ റോഡ്. ബാക്കി കാണാം ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഇവിടെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി നടക്കുകയാണ്. ഇവിടെയൊക്കെ പണി നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് വാലാണ് നിങ്ങൾക്ക് കാണാം.
നല്ല താഴ്ചയാണ്. സർവീസ് റോഡ് നല്ല താന്നിട്ടാണ് പോകുന്നത് കേട്ടോ. മെയിൻ റോഡ് ഉയർത്തി കെട്ടണം. ഒരു കോൺക്രീറ്റ് വാല ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ പണി ഇങ്ങനെ നടക്കുകയാണ്. സർവീസ് റോഡിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് സർവീസ് റോഡ് വരുന്നത്. ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് സൈഡിലേക്ക് മാറ്റുന്ന പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പാറയുണ്ട്. ഇത് കുറേ നാളെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പാറ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റി, കുറേ മാറ്റിയുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് മാറ്റി. ഇവിടെ റോഡ് കുറച്ചും കൂടി ഉയർന്നിട്ടാണ് ആയിരിക്കും വരുന്നത് കേട്ടോ. ചെറിയൊരു ഇറക്കം കയറ്റം അത് നൂന്ന് വരാൻ വേണ്ടി റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കോരാണിലാണ് വരുന്നത്. അവിടെയും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അവിടെ അണ്ടർ പാസേജ് വരുന്നതിനെ കൊണ്ട് തന്നെ ഈ റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ കണ്ട റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടെയും 1 വേ ആയിട്ടാണ് വണ്ടി വിടുന്നത്. ഇങ്ങോട്ട് വരുന്ന വണ്ടി അപ്പർ സൈഡിൽ കൂടെയാണ്. അവിടെ പുതിയ സർവീസ് റോഡ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 വേ ആയതിനെ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഇടേണ്ടി വരത്തില്ല. ഇവിടുത്തെ അണ്ടർ പാസേജ്, ഒരു സൈഡിലേക്കുള്ള അണ്ടർ പാസേജ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ വഴിതിരിച്ച് വിടുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങളെ കയറ്റി വിടുന്നില്ല. ബൈക്ക് കടന്നു പോകുന്നുണ്ട്. ഇപ്പം കോരാണിയിൽ ഒരു സൈഡിലേക്കുള്ള അണ്ടർ പാസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത ഭാഗത്തേക്കുള്ള കമ്പിയൊക്കെ ഇങ്ങനെ വളച്ച് ഉടനെ അവിടുത്തെ പണി തുടങ്ങുന്നതായിരിക്കും. ഇവിടെ ഈ സൈഡിലേക്കുള്ള വാഹനം കടത്തി വിടുന്നില്ല പോലീസ്. അതെന്താണെന്ന് അറിയാൻ വയ്യല്ലോ. അതുവഴി കയറ്റി വിടുന്നുണ്ട്. ബൈക്കിന് കയറ്റി വിടും. വലിയ വാഹനങ്ങളൊന്നും കയറ്റി വിടുന്നില്ല. എന്തായാലും കോരാണി കഴിഞ്ഞ് വരുമ്പം ഇവിടെ നല്ലൊരു താഴ്ചയുള്ള ഭാഗമാണ്. അപ്പോൾ കൂടാതെ അണ്ടർ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ റോഡ് ഉയരുകയും ഇതൊക്കെ മണ്ണിട്ട് നല്ല രീതിയിൽ ഉയരുന്നു. ഈ ലെവലിന് പോരാ ഇവിടുന്ന് വീണ്ടും ഉയരേണ്ടി വരും. കാരണം അണ്ടർ പാസേജ് ഉള്ളതിനെ കൊണ്ട് ഒരു ഭാഗമായിട്ട് കണ്ട റെഡിമെയ്ഡ് കോൺക്രീറ്റ് വാൾ ഇങ്ങനെ ഇവിടുന്ന് കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങ് ഓട നിർമ്മാണത്തിൻ്റെ പണി പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മൾ നേരെ മാമം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൻ്റെ കാഴ്ച പ്രത്യേകമായിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം കല്ലമ്പലത്തിൽ നിന്ന് ബാക്കി ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഈ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് കല്ലമ്പലത്തിന് തൊട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കാരണം ഈ ഭാഗത്തൊക്കെ കാണാം കോൺക്രീറ്റ് വാല നല്ല കെട്ട് ഉയർത്തുകയാണ്. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. നവകേരള സദസ് ഇവിടെ ബ്ലോക്കാവും കേട്ടോ. ഭയങ്കര രീതിയിൽ ബ്ലോക്കാവും. അതുകൊണ്ടാണ് ഒരു സൈഡിലേക്കുള്ള വാഹനം മാത്രം കയറ്റി വിടുന്നത്. അതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കല്ലമ്പലം തൊട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ബൈപ്പാസിലെ കാഴ്ച നമുക്ക് പ്രത്യേകമായിട്ടൊരു വീഡിയോ എടുക്കാം. കല്ലമ്പലത്ത് ഇപ്പം വളരെ വേഗത്തിലാണ് പണി പുരോഗമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു 1.5 മാസം മുമ്പ് വരെ
ഇവിടെ കെട്ടിടങ്ങളൊന്നും പൊളിച്ചു മാറ്റിയിട്ടില്ലായിരുന്നു. ഈ ഭാഗത്ത് നിറച്ച് കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. കുറച്ച് മാസം, ഒരു 1.5 മാസം കഷ്ടിച്ച് അത്രയാവും. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലമ്പലത്ത് പാലമാണ് വരുന്നത്. പാലത്തിൻ്റെ പൈലിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതാണിപ്പം പണി വേഗത്തിൽ പുരോഗമിക്കുകയാണ് കല്ലമ്പലത്ത്. പാലത്തിൻ്റെ തൂണിൻ്റെ ഇവിടെ പൈലിങ് പണി നമുക്ക് കാണാം. കുറേ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്, പില്ലറിൻ്റെ പൈലിങ് പണി കഴിഞ്ഞിട്ടുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം നാവായിക്കുളത്ത് ഒരു അണ്ടർപാസേജ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ റോഡ് നല്ല ഉയർന്ന ടൈമിൽ വരുന്നത്. ഇവിടെ കാഷ് ബാരിൻ്റെ പണിയുണ്ട്. ഇവിടെയൊക്കെ എത്രയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നോർമൽ ഈ ലെവലിലായിരിക്കും റോഡ് വരുന്നത്. ഇനി അങ്ങോട്ട് റോഡ് ഉയർന്നു വരുന്നു. ഇതേ ലെവലിനായിരിക്കും ഫുൾ അങ്ങോട്ട് പോകുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഈ കോൺക്രീറ്റ് വാല് നല്ല ഉയർന്നു വരികയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി നല്ല ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല താഴ്ന്നു നടന്ന പ്രദേശമായിരുന്നു. കുറച്ച് താഴ്ച ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലും അവിടെ കോൺക്രീറ്റ് വാല് കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണിട്ട് പതിയെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ അവിടെ മെറ്റിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് താർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ കോൺക്രീറ്റ് വാൽ ഇത്രയും ഉയർത്തിലാണ് വരുന്നത്. കാരണം അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. കോൺക്രീറ്റ് വാൽ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർവീസ് റോഡ് 2 ഭാഗത്തും 2 പാലം വരുന്നുണ്ട്. അതിന് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പാലവും സർവീസ് റോഡും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഭാഗം റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതുവഴി ടാർ ചെയ്ത് വാഹനങ്ങൾ അതുവഴി കയറ്റി വിടുന്നതായിരിക്കും 2 വശത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ ഈ അണ്ടർ പാസേജ് അത് ശരിക്കും ഈ റോഡ് മണ്ണിട്ട് ഉയർത്തുന്നത്. ഇപ്പോൾ നിലവിലുള്ള റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി ഉടനെ തുടങ്ങും. ഇവിടെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ ഉടനെ ഇതാണ് അണ്ടർ പാസേജ്. 2 ഭാഗത്തെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹൈറ്റ് കുറവാണ്, അത്യാവശ്യം വീതിയുണ്ട്. 2 വാഹനങ്ങളും ഈ വണ്ടിയിൽ എന്തുവാണ് കരിയോയിൽ ലോഡുമാണ്. എന്തായാലും പുകയാണെന്നത്. ഇവിടെ റോഡ് ഉയർന്നു വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് വാല് കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നാവായിക്കുളം തട്ടുപാലം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം നമുക്ക് ഇവിടെ 18-ാം മൈലിലാണ് തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇവിടെ 2 പാസേജ് ഉണ്ട്. കയറ്റം ഇറക്കമാണ്. അത് പൂർണ്ണമായും റോഡ് നിരപ്പായിട്ട് വരും. അതിന് ഭാഗമായിട്ട് ഇവിടെ 2 പാസേജ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ 2 സൈഡിലെയും ഇലക്ട്രിക് പോസ്റ്റ് 2 സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞു. ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ട് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴക്കോൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഉയരത്തിലായിരിക്കും മെയിൻ റോഡ് വരുന്നത് കേട്ടോ. വേണ്ട, കോൺക്രീറ്റ് വാൽ കെട്ടി ഉയർത്തുന്നുണ്ടോ, ഇത്രത്തോളം ഉയരം. ഇനി കുറച്ചും കൂടെ ഉയരമെന്ന് തോന്നുന്നു. അല്ല, ഇത്രയും ഉയരത്തിലായിരിക്കും പുതിയ റോഡ് വരുന്നത്. കണ്ടോ, ഇവിടം വരെ മണ്ണിട്ട് ഉയർത്തും. അപ്പുറത്ത് കുറച്ച് താഴ്ചയാണ്. ആ താഴ്ച താഴ്ന്നേ തുടങ്ങണം. അവിടെ ഒരുപാട് മണ്ണ് കയറും. തിരുവനന്തപുരം ജില്ലയിലെ മുഖ്യമുള്ള ഭാഗവും ഇതേപോലെയാണ്. കയറ്റം ഇറക്കമാണ്. വലിയ പണിയുള്ള ഭാഗമാണ് തിരുവനന്തപുരം. ഫുള്ള് കടമ്പാട്ട് കോണം തൊട്ട് കഴക്കൂട്ടം വരെയും നല്ല പണിയുള്ള സ്ഥലങ്ങളാണ്. ഏറ്റവും നിരന്ന പ്രദേശം കൂടുതലും ഈ ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. അതിൻ്റെ 2 തൂണിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം കാണിക്കുന്നില്ല. അതേപോലെ ഉണ്ട്, പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല.
അതെന്തായാലും സർവീസ് റോഡിൽ കൂടെ ഒന്ന് കയറി പോവാം. ഇവിടെ തന്നെ സർവീസ് റോഡ് ടാർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെറ്റലൊക്കെ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം കണ്ട ബാക്കി ഭാഗത്ത് റോഡിൻ്റെ ടാറിങ് ഉടനെ തുടങ്ങും. പ്രത്യേകിച്ച് കല്ലമ്പലം കഴിഞ്ഞ് കടപ്പാട്ട് കോണം വരെയുള്ള ഭാഗത്തെ പണികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. തറയൊക്കെ നിരപ്പാക്കുന്ന പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ കുറഞ്ഞു വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ റോഡ് കുറച്ചും കൂടെ ഉയർന്നിട്ട് വരും കേട്ടോ. മെയിൻ റോഡ് ഇത്രത്തോളം ഉയർന്നിട്ട് വരും. ഇവിടെ ഒരു ഇറക്കം കയറ്റവും പൂർണ്ണമായിട്ട് ഒഴിവാകും. നമ്മളങ്ങനെ കടമ്പാട്ട് കോണം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വീഡിയോ ആലപ്പുഴ വെച്ച് നിൽക്കുകയാണ്. ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട്. ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോഴും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇവിടെയൊക്കെ കണ്ട പണി അതുവരെ പുരോഗമിക്കുകയാണ്. ഇവിടുന്ന് നേരെ കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് അടുത്ത വർക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് ശിവാലയ സെക്ഷൻ്റെ പണി നടക്കുന്നത്. ഇവിടുന്ന് വരെയാണ് RDS കമ്പനിയുടെ നിർമ്മാണമുള്ളത്. ഇവിടുന്നാണ് തിരുവനന്തപുരം ജില്ലയുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കൊല്ലം ജില്ലയിലാണ്, അതായത് ശിവാലയ കൺസ്ട്രക്ഷനാണ്. തിരുവനന്തപുരം ജില്ലയുടെ ബോർഡ് ഇവിടെ ഇല്ലേ? RDS കമ്പനിയുടെ ബോർഡ് ഇവിടെ ഇല്ലേ? എല്ലായിടത്തും ഈ ബോർഡ് മിക്കയിടത്തും കാണും. കൊല്ലം ജില്ലയിൽ 31 കിലോമീറ്ററാണ് ശിവാലയ കൺസ്ട്രക്ഷൻ പണി നടത്തുന്നത്. പീരീഡ് എന്ന് പറയുന്നത് 30 മാസമാണ്, അതായത് 2.5 വർഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.